ഗായ്സ് അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പം ഇങ്ങോട്ട് പറയാൻ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിസ്കാരത്തിനെ കുറിച്ചാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അധികം ആൾക്കാരും കുറേ ആൾക്കാരുണ്ട് നിസ്കാരത്തിനും തീരെ വില കൽപ്പിക്കാതെ നിസ്കാരം ഒന്നും ഇങ്ങനെ കൊണ്ടുനടക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ഞാനങ്ങനെ വലിയ നിസ്കരിക്കുന്ന ആളായതുകൊണ്ടല്ല നിങ്ങൾ പറഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രണ്ട് ചങ്ങാന്മാരുണ്ട്. ഓരോരാണെങ്കിലും എവിടേക്ക് പോവുകയാണെങ്കിലും എപ്പോഴും നിസ്കരിക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ഓരോ എന്ത് ചെയ്യും, വണ്ടി സൈഡാക്കിയിട്ട് നിസ്കരിക്കും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഒരു മൂല്യന്മാരൊന്നുമല്ല. അപ്പോൾ അവരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ ചെയ്യുന്ന കാര്യം നിസ്കാരമാണ്. അപ്പോൾ ഈ നമ്മൾ നിസ്കരിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മനസ്സമാധാനം ഉണ്ട്. അതിന് നമ്മൾ വേറെ എന്ത് ചെയ്താലും നമുക്ക് മനസ്സിന് അങ്ങനെ ഒരു ഇത് കിട്ടില്ല. എത്ര ടെൻഷൻ അടിച്ച സമയത്താണെങ്കിലും നിസ്കാരം കഴിയുമ്പോൾ ഒരു മനസ്സിന് ഭയങ്കര സുഖമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ നിസ്കരിക്കണമെന്ന്. കാരണം ഒരു നമ്മൾ വേറൊന്നും ചെയ്യണില്ല, നമ്മളെ കൊണ്ട് പാകം നിസ്കരിക്കാനാണ് പറ്റണേ, അത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ എന്താവും എന്നുള്ള ആ ഒരു പേടി അവരെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, നിസ്കാരത്തൊന്നും ഇല്ലാതെ നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ റമദാൻ മാസമൊക്കെയാണ്. അപ്പോൾ കയ്യിനോ നിസ്കരിക്കാനോ നോമ്പ് വെക്കാനൊക്കെ നോക്കുക. ഇൻഷാ അല്ലാഹ്. അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.